പുതിയൊരു വ്ളോഗ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ കൂടുതലും കുഞ്ഞായതുകൊണ്ട് തന്നെ കൂടുതലും ഡ്രസ്സുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും അത് നമുക്കൊന്ന് തുറന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഗിഫ്റ്റുകളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ വേസ്റ്റ് ഇടാൻ ഒരു കവർ വയ്ക്കാം. അതെ, ആദ്യം ഈ ഒരു ഗിഫ്റ്റ് തുറക്കാം കേട്ടോ. ഇത് എന്താണെന്ന് നോക്കാം. ഇത് ഫോൺ കേട്ടോ, എൻ്റെ ഫോൺ. ഇത് ഷൂ ആണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെ തന്നേന്ന് എനിക്കറിയില്ല. പേര് അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല അതിൽ. കവറുകളായാലും ഏതാന്ന് അറിയില്ല. അപ്പോൾ ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കാണാനെച്ചാലും അടിപൊളി. ഈ ഒരു ഗിഫ്റ്റ് കേട്ടോ. ആകെ ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞിട്ട് ആകെ ഈ 2 ഗിഫ്റ്റുകൾ മാത്രം മതി. ബാക്കി കവറുകളാണ്. കണ്ടിട്ട് ടോയാന്ന് തോന്നുന്നു. പിന്നുണ്ട് ഞാൻ മേടിക്കണം എന്ന് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ സാധനം മേടിച്ചവന്റെ റിയാക്ഷൻ കാണണമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കിലുക്കം വെച്ചിട്ടുണ്ട്, അത് കാണാം. ആദ്യം മറ്റേ സാധനം കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഈ ഒരു കിലുക്കാണ്. അടിപൊളി. എടുത്തോ. അടുത്തത് ഈ സാധനമാണ്. ഇത് ഞാന് കടകളിൽ പോകുമ്പോ ഞാൻ റേറ്റ് ചോദിക്കാറുണ്ട്, ഇതിന് എത്ര വരാ. റേറ്റ് കാരണം ഇത് മേടിക്കാറില്ല കേട്ടോ. ഇത് കൂടെ എന്തോ ഒരു പ്ലഗ് കൂടി ചാർജ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഓണാക്കാനുള്ളത് ഇവിടെ ഉണ്ട്. സംഭവം ഇങ്ങനെയാണ്. നോക്കി വെക്കാം. നോക്കി വെക്കാം. യാനോ 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 യാനോ. അപ്പൊ ഈ സാധനം ഞാൻ മേടിക്കണം എന്ന് വെച്ചിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ എന്തായാലും ഇത് ഓഫാകട്ടെ. എപ്പോ വരുന്നത് ഇപ്പൊ ഇവനത് കളിക്കട്ടെ. അപ്പൊ ഇതാരായാലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരാ തന്നേന്നൊന്നും ശരിക്കും ഓർമ്മയില്ല. ആ ഒരു നേരത്ത് ഇതാരാ തന്നേ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അടുത്തത് ഡ്രസ്സുകളാണ്. ബാക്കിയൊക്കെ ഡ്രസ്സുകളാണ്. ജീൻസൊക്കെയാന്ന് തോന്നുന്നുണ്ട്. അടിപൊളി ഷർട്ട് ഉണ്ട്.
ജീൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ജീൻസ് എടുക്കണമെന്ന് ഞാൻ പലവട്ടം വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ കിട്ടിയിട്ടുമില്ല. സോ ഇഷ്ടായി. ഒമ്പോ നല്ല അടിപൊളി ടീഷർട്ട്. അതും രസമുണ്ട്. അതിന്റെ പേരായിട്ട് ഇത് ആര് തന്നേന്ന് എനിക്കറിയില്ല കേട്ടാ. ശരിക്കും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ ആരാ തന്നേന്ന്. ഒന്നും എനിക്ക് ഓർമ്മയില്ല. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ഇത് ഇങ്ങനത്തെ കോഡ് സെറ്റൊക്കെ പോലെ ട്രൗസറും ഇതും ഒരേപോലെ ആയിട്ടുള്ള അടിപൊളി ടീഷർട്ടും ട്രൗസറാണ് കേട്ടോ. അടുത്തത് ഇത് കുറച്ച് വലുതായി തോന്നണു. എന്നാലും അവന് കുറേ നാൾ കഴിയുമ്പോൾ ഇടാൻ പറ്റും തോന്നുന്നു. അവന് ഇത്തിരി ചെറുതല്ലേ, അത് കാരണം ഇത് ഇപ്പൊ എന്തായാലും യൂസ് ആക്കാൻ പറ്റില്ല. ഇതെടുത്ത് വയ്ക്കാം. പക്ഷെ അടിപൊളി മെറ്റീരിയൽ ആയാലും നല്ല മെറ്റീരിയൽ ആക്കാം. അതെല്ലാം ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഷർട്ട് ഇതൊന്നും അവനിപ്പോൾ ഇടാൻ പറ്റിയതല്ല, കുറച്ച് കഴിയണം. ഒരു 2 വയസ്സൊക്കെ ആവണം തോന്നുന്നത്. അവൻ ചെറുതല്ലേ, ഇപ്പൊ എന്തായാലും പറ്റില്ല. ഇതും അതെ കുറച്ച് വലുതാ. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ആക്കി യൂസ് ആക്കാൻ പറ്റിയതാണ്. പക്ഷെ ഇതേ ട്രൗസറും ഒക്കെ വലുതാ. അവനിപ്പോൾ എന്തായാലും പാകാവില്ലല്ലോ. കോട്ടിങ്ങർ ഉള്ളിലായിട്ട് ഇതും ഈ ഒരു ട്രൗസറാണ്. പക്ഷെ അത് എനിക്ക് കിട്ടുന്നതൊക്കെ വലുതാന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോ അവന് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും കുറച്ച് കഴിയണം. വലുതാണ്. അതും ഇതുപോലെ തന്നെ കേട്ടാ. ഓ വലുത് തന്നെയാണ്. എന്തായാലും ഇത്ര വണ്ണം എന്തായാലും പറ്റില്ല. ഇത് വലുതാട്ടാ. അവന് ഭയങ്കര വാശി. അവന്റെ മടിയിൽ കയറുന്നു. അപ്പൊ അടുത്തത് നോക്കാം. കുറച്ച് പാർട്ടി വെയർ ആയിട്ടാണ് ഇട്ടത്. രസമുണ്ട്. പക്ഷെ വലുതാണ് കേട്ടോ. ഓണത്തിന് ഇടാലോ. അവന്റെ ഫംഗ്ഷൻ കല്യാണങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അതിനൊക്കെ പറ്റിയതാണ്. 2 കൊല്ലം 1 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് കുറെ പേരെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും ഒക്കെ ആയിട്ടുണ്ട്. ഷർട്ടാണ്. ടീഷർട്ടും ട്രൗസറും ഇത് വലുത് തന്നെയാട്ടാ. ഇത് കറക്റ്റ് ഒന്നും ഇത് ചെറുതാണ്. നല്ല രസമുണ്ട് ഇപ്പം കാണാൻ. കളർ ചേഞ്ചുകളാണ് കേട്ടോ. ട്രൗസർ പനിയെ വീണ്ടും പീസിന്റെ കുട്ടികളുടെ ഏറ്റവും നല്ല ക്ലോത്തിങ് ബ്രാൻഡ് എനിക്ക് തോന്നുന്നത് പോപ്പീസാണ്. ഓമ്പോ ഞാന് ഇയാളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇടാൻ വിചാരിച്ചത് ഇതുപോലത്തെ പാൻറ് ടൈപ്പായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇത് നോക്കി കണ്ട പാൻറ് റോംബറാണ്. അതും ഇതിന്റെ ടീഷർട്ട് കേട്ടാ അടിപൊളി നൈറ്റ് കേട്ടാ. അവന് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. ഇതിൽ ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ട്. നോക്കാം. ഷൂ ആണ് കേട്ടോ. അടിപൊളി 2 ഷൂസുകള്. ഇതുണ്ട 2 ഷൂ കിട്ടി. ഭയങ്കര സന്തോഷമായി ഷൂ കിട്ടിയില്. ഞാനിനെ ഇവിടേക്ക് ഇപ്പോ ഇത്രയായിട്ട് ഞാൻ 1 വയസ്സാവാനായി. 1 വയസ്സാവാനായി. എന്നിട്ട് ഞാൻ അവനെ പുറത്ത് പോകുമ്പോ ഒന്നും ഷൂ ഇടിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും ഷൂ ഇടിക്കാലോ. ഇതാ ഈ ഒരു ഡ്രസ്സും ഉണ്ട്. ഇതിന്റെ കഴിഞ്ഞ ലാവെൻഡർ ബ്ലാക്ക് കോട്ടൊക്കെ ഉണ്ട്. ബ്ലാക്ക് ട്രൗസർ ഉണ്ട്. അതിന്റെ ബാക്കിലും ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ ഗിഫ്റ്റുകള്. പിന്നെ ഈ ഒരു സാധനത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്.
കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടി വാപ്പിളും വെച്ചും കൂടി മേടിച്ചതാണ്. ഈ ഒരു സൈക്കിള് അതിപ്പോൾ കുറച്ച് 2 ദിവസം മുമ്പ് മേടിച്ച് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഈ ഒരു വണ്ടി ആഷിഖിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു കാറ് പോലത്തെ ഈ ഒരു മോഡൽ വണ്ടി. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും വിളിച്ചവര് മിക്കവരും വന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ വിചാരിച്ചതിനും കുറച്ച് ഇതായിട്ട് എനിക്ക് നടത്താൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായി വന്നവർക്കും ഒക്കെ, എനിക്ക് ഈ അനുവിന് വേണ്ടി തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമായി. എന്നുവെച്ചാൽ അവരുടെ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളാണ് എല്ലാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.